വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഈസ്റ്ററിന് നമ്മുടെ പാതിര കുർബാനയ്ക്കാണ് പോയത്. അപ്പോൾ ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ മാത്രമായിട്ടൊരു വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 6 മിനിറ്റോളം ഉണ്ട്. അതുകൊണ്ട് അത് ഇതിൽ ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പള്ളിയുടെ ബാക്കിലുള്ള ഹോളിലായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ദുഃഖവെള്ളിയുടെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കബറടക്ക് നടന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഉയർപ്പുണ്ടായത്. അവിടെ നിന്ന് പാതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയൊക്കെ അടച്ചിട്ടേക്കായിരിക്കും അവിടേക്ക് പ്രദക്ഷിണമായിട്ട് ഉയർത്തെഴുന്നേറ്റ് നാഥനുമായിട്ട് പ്രദക്ഷിണമാണ് കണ്ടത്. അത് നമ്മുടെ ആ ഒരു കൊച്ചച്ഛൻ അൾത്താരയുടെ സൈഡിലുള്ള ആ ഒരു മെയിനായിട്ടുള്ളൊരു ഇതിൽ കൊണ്ടുവന്ന് ആ രൂപം വയ്ക്കുന്നു. പിന്നെ തുടർന്ന് ദിവ്യബലിയാണ്. ഇതാണ് ഉയർപ്പിൻ്റെ കർമ്മങ്ങൾ. അപ്പം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഈ ഉയർപ്പിന് വരുന്നത്. കാരണം കുഞ്ഞു മക്കളായതുകൊണ്ട് അവരെ കൊണ്ട് വരാറില്ല. അപ്പം ഇത്തവണ എന്തായാലും അവർ ഉയർപ്പ് കാണിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ. പക്ഷേ ക്രിസ്മസിനും ഈ ന്യൂ ഇയറിനും നമ്മൾ ഉയർപ്പിനാണ് വരാറുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പാതിര കുർബാനയ്ക്കാണ് വരാറുള്ളത്. പക്ഷേ ഈ ഒരു ഉയർപ്പിന് മാത്രം, അല്ലെങ്കിൽ ഈസ്റ്ററിന് മാത്രം മോർണിംഗ് ഉള്ള ആ ഒരു ഹോളി മാസിനാണ് വരാറുള്ളത്. അപ്പോൾ ഇത്തവണ എന്തായാലും വന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം നല്ലൊരു വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ തന്നെ ഇടവകയിലുള്ള കുഞ്ഞു മക്കൾ അവതരിപ്പിച്ച നല്ലൊരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഈസ്റ്റർ സന്ദേശം അല്ലെങ്കിൽ ഈസ്റ്റർ വിഷസൊക്കെ കൂടിയിട്ട് അതിനുശേഷം എല്ലാവർക്കും നല്ല അടിപൊളി ഈസ്റ്റർ മുട്ട കിട്ടി. അപ്പം ഞാൻ സാധാരണ ഈസ്റ്റർ മുട്ട വീട്ടിലുണ്ടാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തലേന്നേ വെക്കും. കാരണം നമ്മൾ പാതിര കുർബാനയ്ക്ക് പോകുന്നവർക്ക് മാത്രമേ ഈസ്റ്റർ എഗ്ഗ് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അതിനുശേഷം ഞങ്ങളിതാ പതിരാത്രി അല്ലെങ്കിൽ മിഡ് നൈറ്റിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് പോവുകയാണ്. നല്ല ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാം നമ്മൾ അത്യാവശ്യം എത്തിയ ഉടനെ തന്നെ നമ്മുടെ 50 നോമ്പ് വീടാണ്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും എടുക്കും. മക്കൾ 2ാം തവണയാണ് നോമ്പെടുക്കുന്നത്. 50 ദിവസം അവർ തികച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നധികം അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. ഞാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൂവും കട്ട്ലറ്റും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ നമ്മൾ ബ്രെഡും ഇത്രയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ കുറച്ച് മയോണീസും ഇത്രയായിരുന്നു നമ്മൾ ആ നോമ്പ് വീടാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടി അടിപൊളിയായിട്ട് നമ്മളിതാ നോമ്പ് വീടി. അതിനുശേഷം നമ്മൾ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ മറ്റേത് നമ്മളൊരു 12:30 1 മണി നേരത്തെ അല്ലെങ്കിൽ 1:30 നേരത്തെ കഴിച്ചതാണല്ലോ. പിന്നെ എല്ലാവരും എണീറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളയപ്പം, പഴം പുഴുങ്ങിയത്, ചായ, പിന്നെ നമ്മുടെ കട്ട്ലേറ്റ്, ചിക്കൻ, പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് കിട്ടിയ ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അതൊരു മസാല പോലെ ചെയ്ത് അത് കൊടുത്തു. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മക്കളൊക്കെ ടിവിയുടെ മുന്നിലോട്ട് പോയി. ഞങ്ങളിതാ പണികളിലോട്ട് കയറി. അപ്പോൾ ഇന്നലെ കട്ട്ലറ്റും ബ്രോസ്റ്റഡ് ചിക്കനും ഉള്ളതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് അതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റഡ് ചിക്കനെല്ലാം ഞാൻ പെരട്ടി നല്ല മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബീഫ് അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മട്ടനൊക്കെ ഇന്നാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ മക്കളൊക്കെ നോയമ്പെടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മട്ടൻ ബിരിയാണിയും അതിൻ്റെ ഒപ്പം തന്നെ വെള്ളയപ്പം, സ്റ്റൂവ്, കട്ട്ലറ്റ്, ബ്രോസ്റ്റഡ് ചിക്കൻ, അതുപോലെ തന്നെ വിന്താലു, പിന്നെ ബീഫിൻ്റെ ഒരൊലത്ത് കറിയില്ലേ, അത് ബീഫും കായും കൂടെ ഉള്ളത്. ഇത്രയാണ് നമ്മൾ വിചാരിച്ചത്. കാരണം പോർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് അന്ന് വെച്ചില്ല. പിറ്റേ ദിവസമാണ് അത് വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ താറാവും ഇപ്രാവശ്യം വെച്ചില്ല. അതിന് പകരം നമ്മളിതാ മട്ടനാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. പിന്നെ ഇതൊരു മധുരം നുകരാൻ വേണ്ടിയിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ പുഡിങ്ങുകളാണ്. 2 പുഡിങ്ങുകളാണ് ഞാൻ ഉണ്ടാക്കിയത്. 2ഉം ബട്ടർ സ്കോച്ചിൽ തന്നെയായിരുന്നു. ഒരെണ്ണം ബട്ടർ സ്കോച്ച് ബ്രെഡ് പുഡിംഗ് ആയിരുന്നു, ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് ആയിരുന്നു. ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു പ്രളയനൊക്കെ ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് സൈഡിൽ ചോക്കോ റോളൊക്കെ വെച്ചു. മുകളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചീകി ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ബനാന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കദളിപ്പഴം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കദളിപ്പഴം വെച്ചുള്ളൊരു കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഗ്ലാസ്സിലുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ചട്ടിയിലാണ് ഇപ്രാവശ്യം സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ ഇതുപോലൊരു ടേബിളിൽ നമ്മൾ ആ ഒരു ടേബിൾ റണ്ണർ വിരിച്ചു. ഒരു ലൈറ്റ് കളറാണല്ലോ ഈസ്റ്ററിനുള്ളത്, ഒരു പേസ്റ്റൽ ഷെയ്ഡ്. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് പേസ്റ്റൽ ആ ഒരു ബ്ലൂ കളറാണ് വെച്ചത്. അതിൻ്റെ ഒപ്പം അടിപൊളി മസാലാറ്റി സുലൈമാനി എന്ന് പറയാൻ പറ്റില്ല. സുലൈമാനി നമുക്ക് ഈ ഒരു നമ്മുടെ ഈസ്റ്ററുമായിട്ട് അത്രയും കൂടെ ഇറങ്ങി പോയില്ല. അതുകൊണ്ട് നമ്മളൊരു മസാല ടീ ആക്കി. ബിരിയാണിയുടെ കൂടെ ഒരു മസാല. അപ്പോൾ കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി. നമ്മൾ ഓരോ തവണയും അപ്പം ഫ്രഷ് ആയിട്ടാട്ടോ എടുത്തത്. കട്ട്ലറ്റ് ഞാനങ്ങ് ഉരുട്ടി നമ്മൾ നല്ല ഷേപ്പ് ചെയ്ത് തലേന്ന് വെച്ചായിരുന്നു. ഇതായിരുന്നു ഞാൻ സെൻറ്റർ പീസായിട്ട് ഇത്തവണ വെച്ചത്. നമുക്ക് ഞാൻ എല്ലാ തവണയും, അതായത് മക്കൾ ഒരുമാതിരി
ഒരറിവ് വെച്ച് തുടങ്ങിയ പിന്നെ 2017 തുടങ്ങി ഞാൻ എല്ലാ വർഷവും ബാസ്ക്കറ്റ് ഇതുപോലെ വെക്കാറുണ്ട്. അത് എഗ് ബാസ്ക്കറ്റ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ ഞാൻ പറഞ്ഞല്ലോ പാതിര കുർബാനയ്ക്ക് പോകാറില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തുള്ള അത് വെച്ചിട്ട് പല തരത്തിലുള്ള ബാസ്ക്കറ്റുകളാണ് വെക്കാറുള്ളത്. ഞാൻ കഴിയുമെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ ഷോർട്സ് ആയിട്ട് ഒരിക്കൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു തവണ ഞാൻ വെച്ചത് നല്ലൊരു ബാസ്ക്കറ്റ് എനിക്ക് വയനാട് നേട്ടം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഞാനിങ്ങനെ നിറച്ച് മുട്ട വെച്ചിട്ട് ഇടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇവിടുത്തെ മമ്മിക്ക് ജെറുസലേമിൽ നിന്ന് വാങ്ങിച്ചൊരു ചെറിയൊരു പ്ലാന്റ് പോലത്തെ, അതിൽ ഫുൾ കല്ലുള്ള സൈസ് ഒരു ചെടിയാണ്. അത് വളരെ ഐശ്വര്യമാണ് വീട്ടിലുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചു, നിറച്ച് പാറക്കല്ലൊക്കെ ഇട്ടു, കുറച്ച് കാടമുട്ട പുഴുങ്ങി വെച്ചു. അതിലാണ് നമ്മുടെ ഈസ്റ്റർ എഗ് പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഇത് വെച്ചത്. അതിന് ശേഷം നമ്മുടെ ഇലയിലാണ് ഇപ്രാവശ്യം നമ്മൾ ഫുഡ് വിളമ്പിയത്. ഈസ്റ്റർ ലഞ്ചാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു. അപ്പോൾ രാവിലത്തെ ഞങ്ങൾ നോമ്പ് വീടിയത് ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമാണ് നോമ്പെടുത്തത്. ഡാഡി മമ്മിക്കും നോമ്പുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞങ്ങളിത് അടിപൊളി ഈസ്റ്റർ ലഞ്ചൊക്കെ കഴിച്ചു. 3 മണിയായി കഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഡാഡിക്കൊക്കെ 4 മണിക്ക് ഒന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് കൊടുത്ത് റെഡിയായി. കാരണം ഈസ്റ്ററൊക്കെ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ മെമ്മറി ആക്കിയില്ലെങ്കിൽ പിന്നെ എന്താ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഈസ്റ്റർ ഡേ പ്രെയർ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഓൾറെഡി നോമ്പ് വീടലിന് ചെല്ലിയതാണ്. എങ്കിലും ഡാഡിയും മമ്മി ഉൾപ്പെടെ ചെല്ലിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും എടുത്ത് ഒരു 4 മണി തുടങ്ങി 4:30 വരെയുള്ള ഒരു ടൈമിൽ ഞങ്ങൾ വീണ്ടും പ്രെയറൊക്കെ ചെല്ലി ഈസ്റ്റർ എഗ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തവണ നമ്മൾ കൈമാറ്റം ചെയ്തില്ല. കാരണം പള്ളിയിൽ നിന്ന് നമുക്ക് അവിടെ നിന്നും വെഞ്ചരിച്ചാണല്ലോ കിട്ടിയത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആണെങ്കിൽ നമ്മൾ അവിടുത്തെ മുതിർന്ന ആൾ അല്ലെങ്കിൽ ഈ ഡാഡി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടുത്തെ ഡാഡിയെ കൊണ്ട് എല്ലാവർക്കും ആ സ്ഥാനം അനുസരിച്ച് തരിപ്പിക്കാറുണ്ട്. ഇത്തവണ അതിന് പകരം നമ്മളിതാ ഇതുപോലെ സ്വീറ്റ്സ് പോലെയാണ് ഒരുക്കിയത്. സാധാരണ പുഡിങ് എല്ലാ വർഷവും ഒരുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇതുപോലെ തന്നെ സ്പൂണിലെടുക്കാവുന്നൊരു പുഡിങ്ങായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബണ്ണീനെയും പിന്നെ കുറച്ച് എഗ്ഗും ഒക്കെ ഞാൻ ഫോണ്ടനിൽ ചെയ്തു. അപ്പോൾ ഒരു ബണ്ണി തീം അതൊന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക. കാരണം മക്കളൊക്കെ കൂടെയുള്ള ടൈമാണല്ലോ നമ്മുടെ എല്ലാ സെലിബ്രേഷനും ഉള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാനും മമ്മിയും കൂടെയൊക്കെ പുറത്ത് വന്നൊക്കെ എടുത്തു. കഴിഞ്ഞ വർഷം പുത്തമ്പള്ളിയിൽ ഇതുപോലെ തന്നെ മമ്മിയുടെ കൂടെ ഇതേപോലെ തന്നെ സാരി മമ്മിക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതാണ് ഇന്ന് ഞങ്ങൾക്കൊരു ഓർമ്മ. അതിനുശേഷം രാത്രി ഞങ്ങൾ പുത്തമ്പള്ളിയിലോട്ട് പോയി. അവിടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ചെറിയ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഞങ്ങളിത് ആഘോഷമായിട്ട് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ. താങ്ക്